നടി ഹണി റോസിന്റെ പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എറണാകുളം സെൻട്രൽ പോലീസ് സംഘമാണ് ബോബി ചെമ്മണ്ണൂരിനെ വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്ന ബോബി ചെമ്മണ്ണൂരിനെ പ്രാഥമികമായി ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തും. തുടർച്ചയായി അശ്ലീല അധിക്ഷേപങ്ങൾ നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ഇന്നലെ വൈകിട്ടാണ് ഹണി റോസ് പരാതി നൽകിയത്. വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധികൾ കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. വയനാട്ടിൽ പ്രതിനിധി കമലുണ്ട്. കമലിലേക്കാണ് ആദ്യം. കമൽ, വയനാട്ടിലെ കസ്റ്റഡിയിൽ എടുക്കുന്ന ദൃശ്യങ്ങൾ ഏറ്റവും ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് മാതൃഭൂമി ന്യൂസാണ്. എങ്ങനെയായിരുന്നു ഈ കസ്റ്റഡിയിൽ എടുക്കൽ ഉണ്ടായത്? പോലീസ് ബോബി ചെമ്മണ്ണൂരിലേക്ക് എത്തിയത് എങ്ങനെയാണ്? മോത്തി, വളരെ ചടുലമായിരുന്നു പോലീസിന്റെ നീക്കങ്ങൾ ഈ വിഷയത്തിൽ. ഇന്നലെ ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുക്കുന്നു. എറണാകുളത്ത് നിന്നുള്ള പോലീസ് സംഘം വയനാട്ടിലേക്ക് തിരിക്കുന്നു. വയനാട്ടിൽ ബോബി ചെമ്മണ്ണൂരിന് സ്വന്തമായി ഒരു തേയില എസ്റ്റേറ്റ് ഉണ്ട്. ബോച്ചെ 1000 ഏക്കർ എന്നറിയപ്പെടുന്ന ഈ എസ്റ്റേറ്റിലാണ് ബോബി ചെമ്മണ്ണൂർ ഇവിടെ എത്തുമ്പോൾ താമസിക്കാറുള്ളത്. എറണാകുളത്ത് നിന്നുള്ള പോലീസ് സംഘത്തെ സഹായിക്കാൻ വയനാട് ജില്ലാ പോലീസ് മേധാവി അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡ് ഡാൻസ് ആപ്പ് എന്നറിയപ്പെടുന്ന പ്രത്യേക സ്ക്വാഡിലെ പോലീസുകാരെ വിട്ടു നൽകുന്നു. ഈ 2 ടീമും കൂടിയാണ് എസ്റ്റേറ്റിലെത്തി ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത ശേഷം ഏതാണ്ട് 11 മണിയോടെ കൽപ്പറ്റ AR ക്യാമ്പിൽ, കൽപ്പറ്റയ്ക്കടുത്ത് പുത്തൂർ വയലിലുള്ള ജില്ലാ പോലീസ് ക്യാമ്പിലേക്ക് എത്തിക്കുന്നു. അവിടേക്ക് എത്തുന്നത് ഒരു കറുത്ത സ്കോർപിയോ കാറിലാണ്. ആ സ്കോർപിയോ കാറിൽ ബോബി ചെമ്മണ്ണൂർ ഇരിക്കുന്ന ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ ആദ്യം പുറത്തു വന്നത്. പോലീസ് കസ്റ്റഡിയിൽ ബോബി ചെമ്മണ്ണൂർ ഇരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. പിന്നീട് ബോബിയെ അവിടെ നിന്ന് ക്യാമ്പിനകത്തേക്ക് കൊണ്ടുപോയി ക്യാമ്പിനകത്ത് വെച്ച വാഹനം മാറ്റി പോലീസിൻ്റെ തന്നെ ബൊലേറോ ജീപ്പിലേക്ക് കയറ്റുന്നു. അവിടെ നിന്ന് AR ക്യാമ്പിൻ്റെ മറ്റൊരു ഗേറ്റുണ്ട്, മറുഭാഗത്തുള്ള ഗേറ്റിലൂടെ പുറത്തേക്ക് വരുന്നു. അങ്ങനെ വാഹനം എറണാകുളത്തേക്ക് പുറപ്പെടുകയും ചെയ്തു. ഇപ്പോൾ ഏതാണ്ട് കോഴിക്കോട് ജില്ലയിലൂടെ വാഹനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോബിയുടെ ഡിഫൻഡർ ലക്ഷറി വാഹനം ഉൾപ്പെടെ ഈ പോലീസ് വാഹനത്തെ പിന്തുടരുന്നുണ്ടായിരുന്നു. വയനാട്ടിൽ വൈദ്യപരിശോധനയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിയമ നടപടിക്രമങ്ങളൊന്നും വയനാട്ടിലുണ്ടായില്ല. ക്യാമ്പിൽ അല്പസമയം ഉണ്ടായിരുന്നു. അതെന്താണ് അവിടുത്തെ നടപടിക്രമം എന്ന് നമുക്ക് വ്യക്തമല്ല. പക്ഷേ വാഹനമൊക്കെ മാറ്റി ബോബിയെ പോലീസ് ജീപ്പിൽ കയറ്റിയാണ് അവിടെ നിന്ന് കൊണ്ടുപോയത്. മോത്തി, ശരി കമൽ, നമുക്ക് രാഗിനും പിന്നിലും കൂടി ഒപ്പം ചേരുന്നുണ്ട്. രാഗിൻ, ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്ത് ഇനി കൊച്ചിയിലേക്ക് കൊണ്ടുവരികയാണല്ലോ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ് രാഗിൻ? എന്തായാലും ബോബി ചെമ്മണ്ണൂരുമായി പോലീസ് സംഘം അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. വൈകിട്ട് ഒരു 6 മണിക്ക് മുൻപായി തന്നെ കൊച്ചിയിലെത്തും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. അതിനുശേഷം ഇവിടെ എത്തി അറസ്റ്റ് റെക്കോർഡ് ചെയ്യും, ചില കാര്യങ്ങൾ ഫോൺ ഉൾപ്പെടെയുള്ള സീസ് ചെയ്യുകയും ചെയ്യുമെന്നാണ് പോലീസ് സംഘം അറിയിക്കുന്നത്. അതിനുശേഷം കോടതിയിൽ നടക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും. പുലർച്ചെ 4 മണിയോടുകൂടി പോലീസ് സംഘം അവിടെ ഫാം ഹൗസിന് മുന്നിൽ കാത്തു നിൽക്കുന്നുണ്ട് ബോബി ചെമ്മണ്ണൂരിനായി. അതിനുശേഷമാണ് ബോബി ചെമ്മണ്ണൂർ കാറുമായി ഗേറ്റ് കടന്ന് പുറത്തേക്ക് വരുന്നത്. തുടർന്ന് പോലീസ് സംഘം കാറ് വളഞ്ഞ് പിടികൂടുകയാണ് ഉണ്ടായത്. അതിനുശേഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ AR ക്യാമ്പിലെത്തി പ്രാഥമികമായിട്ടുള്ള ചില ചോദ്യം ചെയ്യലുകൾ നടത്തിയ ശേഷം ഇവിടേക്ക് കൊണ്ടുവരികയാണ്. ജാമ്യമില്ലാത്ത വകുപ്പടക്കമാണ് ചുമത്തിയിരിക്കുന്നത്. BNS-ലെ സെക്ഷൻ 75 പ്രകാരമുള്ള വകുപ്പുകളാണുള്ളത്. സ്ത്രീത്വത്തെ അപമാനിച്ചിട്ടുണ്ട്, ആ വകുപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ IT ആക്ട് ഉൾപ്പെടെയുള്ളവയും ചേർത്തിട്ടുണ്ട്. ഇതിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുക, തുടർച്ചയായി അശ്ലീല പദപ്രയോഗങ്ങൾ നടത്തി അധിക്ഷേപിക്കുക, അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഇനി ചെയ്യരുത് എന്ന് അത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ട് കൂടി അത് അവഗണിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് പരാതിയിൽ ഉള്ളത്. എന്തായാലും വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഹണി റോസിന് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം പോലീസ് ഈ നടപടിക്രമങ്ങളിലേക്ക് പോയിട്ടുണ്ട്. എന്തായാലും ദ്രുതഗതിയിൽ, അതായത് FIR രജിസ്റ്റർ ചെയ്തതിനൊപ്പം തന്നെ പോലീസ് സംഘം അവിടേക്ക് തിരിക്കുകയും അവിടെ എത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കസ്റ്റഡിയിലെടുത്ത് പൊടുന്നനെ ഇവിടേക്ക് കൊണ്ടുവരികയുമാണ് ഉണ്ടാകുന്നത്. എന്തായാലും ചടുല നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായതെന്ന് നിസ്സംശയം തന്നെ പറയാം. ആദ്യഘട്ടത്തിൽ ഹണി റോസ് നൽകിയ പരാതിയിൽ പോലീസ് കേസെടുക്കുന്നു. അതിൽ ബോബി ചെമ്മണ്ണൂരിന്റെ പേരില്ല, മറിച്ച് ആ പോസ്റ്റിന് താഴെ വന്ന കമന്റുകൾ, അശ്ലീല പദപ്രയോഗങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള പരാതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ കേസെടുത്ത് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു, കുമ്പളം സ്വദേശി ഷാജി. അതോടൊപ്പം തന്നെ 20 പേരെ തിരിച്ചറിയുന്നു. കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് പറയുന്നു. ആ ഘട്ടത്തിലും ബോബി ചെമ്മണ്ണൂർ ചില പ്രതികരണങ്ങൾ നടത്തുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോഴും ചില ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ബോബി ചെമ്മണ്ണൂരിന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് ഈ നടി പോലീസിൽ പരാതി നൽകുന്നു, സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്നു. ആ പോസ്റ്റിൽ വളരെ വ്യക്തമായ ഒരു കാര്യം പറയുന്നുണ്ട്: താങ്കൾ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക, താൻ ഈ ഭാരതത്തിലെ നീതിന്യായ സംവിധാനത്തിന്റെ ശക്തിയിൽ മുന്നോട്ട് പോകും എന്നതാണ് നടി പറയുകയും ചെയ്തിട്ടുള്ളത്. അത് വളരെ വ്യക്തമാണ്.